റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അന്ന റസൂലല്ലാഹി ഖൈറ മിൻ ഖറജ മിൻ ഇൻദിഹാ ലൈല. ഒരു രാത്രി ആയിഷ ബീവിയുടെ വീട്ടിൽ നിന്ന് റസൂലുള്ളാഹി ഞങ്ങൾ പുറത്തുപോയി. ഫഗിർതു അലൈഹി, അപ്പം എനിക്ക് ഭയങ്കര ദേഷ്യം അസൂയയും തോന്നി തങ്ങളോട്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ കൂടെയുള്ള തങ്ങളുടെ മറ്റു ഭാര്യമാരുടെ അടുത്തേക്കാണോ പോയത് എന്ന തോന്നൽ കൊണ്ട് ഫഗിർതു അലൈഹി ഫജാഅ ഫറആ മാ അസ്ന. അങ്ങനെ തങ്ങൾ തിരിച്ചു വന്നു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ മുഖത്തുള്ള ഒരു ദേഷ്യവും ആ ഒരു ഗീറത്തുമൊക്കെ തങ്ങൾ കണ്ടപ്പോൾ, മാലകി യാ ആയിഷതു അഗിർതി, ആയിഷ നിങ്ങൾക്ക് ഗീറത്ത് സംഭവിച്ചോ, മനസ്സിൽ ദേഷ്യം വന്നോ? നമ്മൾ മലയാളത്തിലൊക്കെ ഈറടിക്കുക എന്നൊക്കെ പറയും, മലയാളത്തിൽ നമ്മുടെ മലപ്പുറം ഭാഷയിൽ അത് ഗീറച്ചാണ്. ഈ ദേഷ്യപ്പെടുന്നതിനാണ് ഈ ഈറ കടിക്കാന്ന് ഇബ്രാഹിം, അതായിരിക്കും ചിലപ്പോൾ അല്ലേ. ഈറ കടിക്കുക എന്ന് പറഞ്ഞാൽ ഗീറച്ചാണ്. ഗീറത്ത് അസൂയ കലർന്ന ദേഷ്യത്തിനാണ് ഗീറത്ത് എന്ന് പറയാം. അഗിർത്തി, നിങ്ങൾക്ക് ദേഷ്യം വന്നോ? ഫഖുൽതു, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, വമാലി ലാ യഗാറു മിഥ്ലി അലാ മിഥ്ലിക്. നബിയേ, എന്നെപ്പോലെയുള്ളൊരു പെണ്ണ് അങ്ങയെപ്പോലെയുള്ളൊരു ഭർത്താവിൻ്റെ വിഷയത്തിൽ ഗീറത്ത് കാണിക്കാതിരുന്നെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. ഇത് നമ്മുടെ ഫെമിനിസ്റ്റുകളും മറ്റുള്ളവരൊക്കെ ഒന്ന് കേൾക്കണം. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ കല്യാണം കഴിച്ചിട്ട് അതിൽ തലവേദന എടുത്ത് നടക്കുന്ന ഒരു ബീവിക്ക് ഒരു കുഴപ്പമില്ല. ഇവർ കിടന്ന് മൂങ്ങ അവിടുന്ന്. ബീവി പറയും, എനിക്ക് അങ്ങയെ വേണം നബിയെ, എനിക്ക് അങ്ങയുടെ സാന്നിധ്യം വേണം. എന്നെപ്പോലത്തെ ഒരു പെണ്ണ് അങ്ങയെപ്പോലത്തെ ഒരു ഭർത്താവിനെ നഷ്ടമാകുന്നതിൽ അല്ലെങ്കിൽ കാണാതാകുന്നതിൽ ദേഷ്യപ്പെടൂലേ? അതിലെന്ത് അത്ഭുതമുള്ളതെന്ന് ചോദിച്ചു ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. തങ്ങളുടെ സാന്നിധ്യം എന്നും അവർക്ക് വേണമെന്നാഗ്രഹിച്ച മഹദിയാണിത്. ഫഖാല റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം ബീവിയോട് ചോദിച്ചു, അഖദ് ജാഅകി ശൈത്വാനുകി. ആയിഷ ബീവി, നിങ്ങളുടെ ശൈത്താൻ നിങ്ങളടുത്ത് വന്നല്ലേ എന്ന് ചോദിച്ചു. ജാഅകി ശൈത്വാനുകി, അതായത് നബി പോയത് മറ്റു ഭാര്യമാരുടെ വീട്ടിലേക്കായിരിക്കും എന്നൊക്കെ ഒരു വസ്വാസ് നിങ്ങളുടെ തലയിൽ വന്നില്ലേ? നിങ്ങളുടെ ശൈത്വാന് വന്നോ? യാ റസൂലല്ലാഹി അവ മഅയ ശൈത്വാൻ, നബിയെ എൻ്റെ കൂടെ ശൈത്വാനുണ്ടോ? ഖാല നഅം, ഉണ്ട് ആയിഷ. ഖുൽതു വമഅ കുല്ലി ഇൻസാൻ, എല്ലാ മനുഷ്യർക്കുമുണ്ടോ നബിയെ ഇങ്ങനെ ഒരു പിശാച്? ഖാല നഅം, ഉണ്ട്. ഖുൽതു വമഅക, അങ്ങയുടെ കൂടെയുമുണ്ടോ നബിയെ പിശാച്? യാ റസൂലല്ലാഹ്, നബിയെ അങ്ങയുടെ കൂടെയും പിശാചുണ്ടോ? ഖാല നഅം, ഉണ്ട്. വലാകിൻ, എൻ്റെ ശൈത്വാൻ, വലാകിൻ റബ്ബി ആനനി അലൈഹി ഹത്താ അസ്ലം, എൻ്റെ പിശാച് മുസ്ലിമാണ്, എൻ്റെ പിശാചിൻ്റെ മേൽ അല്ലാഹു എന്നെ സഹായിച്ചിട്ടുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇബാദത്ത് ധാരാളം ചെയ്യാൻ നബി തങ്ങൾക്ക് ആഗ്രഹമുണ്ടായിരുന്നു. എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന ഇബാദത്ത് ഇത്ര പോരാ എന്നാ തങ്ങൾ ആലോചിക്കുക. അതൊരു വീഴ്ചയായിട്ട് തങ്ങൾ കാണാറുണ്ട്. ഇത് ഞാൻ അള്ളാഹുവിനോട് ചെയ്യുന്നൊരു വീഴ്ചയല്ലേ? സുബ്ഹാനല്ലാഹ്. സമയത്തിൻ്റെ മഹത്വമാണ് അവർ. സമയം എത്ര ഇമ്പോർട്ടൻ്റ് ആണ്. റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, വെറുതെ സമയം കളയുന്നതിന് പകരം മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫല്യഖുൽ ഖൈറൻ ഔ ലിയസ്മുത്. അന്ത്യനാളിലും അള്ളാഹുവിലും നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്നുകിൽ നല്ല കാര്യം പറയാം, ഇല്ലേ മിണ്ടാണ്ടിരുന്നാൽ മതി. നല്ലത് എഴുതുക, നല്ലത് വായിക്കുക. ഇതൊന്നും കിട്ടുന്നില്ലേ, മിണ്ടാണ്ടിരിക്കുക. എന്നാൽ തന്നെ മനുഷ്യൻ രക്ഷപ്പെടുന്നതാണ്. മനുഷ്യൻ്റെ സമയം അനാവശ്യങ്ങൾക്ക് വഴിമാറുന്ന ഒരു സാഹചര്യം, അത് അള്ളാഹുവിൻ്റെ ഹദറത്തിൽ നമ്മൾ ചെയ്യുന്നൊരു തെറ്റായിട്ടാണ് തങ്ങൾ കണ്ടത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് അല്ലാഹുമ്മ ഗ്ഫിർലി ഖതീഅതി, അല്ലാഹുവേ എൻ്റെ തെറ്റെനിക്ക് പുറത്തു തരേണമേ എന്ന് ഹബീബ് പറയാറുള്ളത്. ഇന്നഹു ലയുഗാനു അലാ ഖൽബി വ ഇന്നി അസ്തഗ്ഫിറുല്ലാഹ ഫിൽ യൗമി 100 മറ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, തിന്നുന്ന സമയത്തും ഉറങ്ങുന്ന സമയത്ത് പോലും ഇബാദത്ത് ചെയ്യാൻ കഴിയുന്നില്ലല്ലോ എന്ന ഒരു വേവലാതി ഹബീബിനുണ്ടായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കണം, നമ്മൾ ഉറങ്ങണം, അത് മനുഷ്യൻ്റെ വിശ്രമത്തിൻ്റെ ഭാഗമാണ്, നമ്മുടെ ഡെയിലി റുട്ടീനിൻ്റെ ഭാഗമാണ്. ഉറങ്ങാതിരുന്ന് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. മനുഷ്യൻ ഭക്ഷണം കഴിക്കണം, പക്ഷേ ഈ ഭക്ഷണം കഴിക്കുന്ന നേരത്തും ഉറങ്ങുന്ന സമയത്തും കൂടുതലും നമുക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ലല്ലോ. ഭക്ഷണം കഴിക്കുന്ന നേരത്തും ഓക്കെ ബിസ്മി ചൊല്ലി കഴിക്കുന്നു, പക്ഷേ മറ്റു ഇബാദത്തുകളോ ദിക്റുകളോ ഒന്നും ആ സമയത്ത് ചൊല്ലാൻ കഴിയില്ല. ഉറങ്ങുമ്പോഴും പറ്റുന്നില്ലല്ലോ. പടച്ചവനെ, അള്ളാഹുവേ പടച്ചവനെ എന്നെ കൊണ്ടാവുന്നില്ലല്ലോ അള്ളാഹുവേ എന്ന് റബ്ബിനോട് 100 തവണ തങ്ങൾ മാപ്പ് ചോദിക്കാറുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം.
തങ്ങളെ അതൊന്നും അങ്ങ് പ്രശ്നമാക്കണ്ട, അങ്ങേക്കതെല്ലാം ഞാൻ മാപ്പ് ചെയ്തു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശ്യം, ഇങ്ങനെ തങ്ങൾ വേവലാതിയായി തങ്ങൾ വിചാരിച്ചിരുന്ന തങ്ങളുടെ മഖാമിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ തങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്ന് തോന്നിപ്പോയിരുന്ന ഇബാദത്തുകൾ അത് നഷ്ടമായല്ലോ എന്ന തങ്ങളുടെ വേദനയെ സംബന്ധിച്ചാണ് ഖുർആൻ പറയുന്നത്. ലിയഗ്ഫിറ ലക്കല്ലാഹു മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ. അല്ലാഹുവിൻ്റെ ഹബീബേ, വയുതിമ്മ നിഅമതഹു അലൈക വയഹ്ദിയക സിറാതൻ മുസ്തഖീമാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിൻ്റെ നിഅമത്ത് പരിപൂർണമായി കിട്ടിയ ഒരു മഹാത്മാവാണ്. തങ്ങൾക്ക് മാത്രമാണ് അല്ലാഹു നിഅമത്ത് പൂർണ്ണമാക്കി കൊടുത്തത്. ഹബീബിന് അല്ലാഹു നൽകിയ നിഅമത്തിൻ്റെ ഒരു ഭാഗം ഫഅൻസലല്ലാഹു സകീനതഹു അലൈഹി. അല്ലാഹു തആല ഹബീബിൻ്റെ മനസ്സിലേക്ക് സകീനത്ത് ഇറക്കി കൊടുത്തിട്ടുണ്ട്. സകീനത്ത് എന്ന് പറഞ്ഞാൽ അല്ലാഹു നൽകുന്ന വളരെ ശ്രേഷ്ഠമായ ഒരു സമാധാനമാണ്, ആ ഒരു അനുഭൂതിയാണ്. എന്ത് വലിയ പ്രശ്നമാണെങ്കിലും തങ്ങളുടെ മനസ്സ് ശാന്തമാണ്. ചുറ്റുവട്ടങ്ങളിലും തങ്ങളെ കൊല്ലാൻ വേണ്ടി ആളുകൾ 7ഓളം ചെറുപ്പക്കാർ വാള് പിടിച്ച് കാത്തിരുന്നിട്ടുണ്ട്. പക്ഷെ തങ്ങൾ പേടിച്ചിട്ടില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഗാർ സൗറിലെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് രക്ഷപ്പെട്ടു പോകുമ്പോൾ സൗർ ഗുഹയിൽ എത്ര ദിവസമാണ് തങ്ങൾ താമസിച്ചത്? എത്ര ദിവസം? 3 ദിവസം. ആ 3-ാമത്തെ ദിവസം ശത്രുക്കൾ വന്ന് തങ്ങളുടെ ഗുഹാമുഖത്തെത്തിയപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹുവിനെ പേടിച്ചിട്ടുണ്ട്. സിദ്ദീഖ് തങ്ങൾ പേടിച്ചിട്ട് പറഞ്ഞു, നബിയെ അവരെങ്ങാനും നോക്കിയാൽ നമ്മളെ കാണുമല്ലോ. അപ്പോൾ ഹബീബായ തങ്ങൾ സംസാരിക്കുകയാണ് ചെയ്തത്. സത്യത്തിൽ പേടിച്ചാൽ അവിടെ മിണ്ടാൻ പാടില്ല. തങ്ങളെന്താ അല്ലാഹു സാലിസുഹുമാ. എന്താ അബൂബക്കറെ നിങ്ങൾ വിചാരിക്കണത് നമ്മൾ 2 ആളാണോ? നമ്മുടെ കൂടെ അള്ളാഹു ഇല്ലേ? 3-ാമനായി അള്ളാഹു കൂടെയുണ്ടെങ്കിൽ എന്തിനാ പേടിക്കുന്നത്? ആ ഒരു രംഗം സൂറത്ത് തൗബയിൽ അള്ളാഹു ഉദ്ധരിക്കുന്നുണ്ട്. തബൂക്ക് യുദ്ധം നടക്കുമ്പോൾ സ്വഹാബികളിൽ ചില ആളുകൾ, സ്വഹാബികളല്ല മുനാഫിക്കുകളാണ്, അവർ ഈ ചൂടത്ത് പോവണോ? ചൂടല്ലേ, കഷ്ടപ്പാടല്ലേ, കഴിഞ്ഞ വർഷം ഈത്തപ്പഴം കഴിച്ചിട്ടില്ല, ഇതാ ഒരു മാസം ഒരു 10-20 ദിവസം കഴിഞ്ഞാൽ അതിൻ്റെ ഹാർവസ്റ്റാണ്, ഈത്തപ്പഴം പറിക്കേണ്ട സമയമാണ്, ഈ കൊല്ലത്ത് പറിച്ചില്ലെങ്കിൽ അടുത്ത കൊല്ലം നമുക്ക് പട്ടിണിയാണ്. അപ്പം ഇതൊക്കെ കഴിഞ്ഞിട്ട് പോയാൽ പോരെ, ഇപ്പോഴേ പോവണോ എന്ന് ചിന്തിച്ചില്ല. തംഫിറു ഫിൽ ഹർ, ഈ ചൂടത്ത് പോവണ്ട എന്ന് പറഞ്ഞപ്പോൾ ഖുൽ നാറു ജഹന്നമ അശദ്ദു ഹർറ, നരകത്തിൻ്റെ ചൂട് ഇതിലും വലുതാണ് കേട്ടോ എന്നൊക്കെ ഖുർആൻ ഇടപെട്ട് സംസാരിച്ച രംഗമാണ് തബൂക്ക് തങ്ങൾ അവസാനം പോയ യുദ്ധമാണ് തബൂക്ക്. അവിടെ അല്ലാഹു ഒരു സംഭവം പറഞ്ഞു. ബിസ്മില്ലാ അഊദു ബില്ലാഹി സമീഉൽ അലീം. തൗബയാണ്, അപ്പോൾ ബിസ്മി ഓതൂലല്ല. അഊദു ബില്ലാഹി സമീഉൽ അലീം. ഇല്ലാ തൻസുറൂഹു ഫഖദ് നസറഹുല്ലാഹ്. إلا تنصروه فقد نصره الله إذ أخرجه الذين كفروا ثاني اثنين إذ هما في الغار إذ يقول لصاحبه لا تحزن إن الله معنا فأنزل الله سكينته عليه وأيده بجنود لم تروها وجعل كلمة الذين كفروا السفلى وكلمة الله هي العليا إلا تنصروه. എൻ്റെ റസൂലിനെ നിങ്ങളാരും സഹായിച്ചില്ല എങ്കിൽ പോലും ഫഖദ് നസറഹുല്ലാഹ്, നിങ്ങളുടെ ആരുടെയും ഒരു ഇടപെടലുമില്ലാതെ ഹബീബായ നബിയെ അല്ലാഹു സഹായിച്ചിട്ടുണ്ടല്ലോ. ഇദ് അഖ്റജഹുൽ ലദീന കഫറൂ, അവിശ്വാസികളായ മക്കക്കാർ ഹബീബിനെ മക്കയിൽ നിന്ന് പുറത്താക്കിയ സമയം, ഥാനിയത്തിനൈൻ ഇദ് ഹുമാ ഫിൽ ഗാർ, ഗാർ സൗറിൽ അവർ 2 പേരും ഇരിക്കുമ്പോൾ 2-ാമനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹബീബിനോട് പറഞ്ഞു, 2-ാമനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഥാനിയത്തിനൈൻ ഇദ് ഹുമാ ഫിൽ ഗാർ ഇദ് യഖൂലു ലിസാഹിബി, തൻ്റെ കൂട്ടുകാരനോട് സിദ്ദീഖ് തങ്ങളോട് ലാ തഹ്സൻ, സങ്കടപ്പെടരുത്, ഇന്നല്ലാഹ മഅനാ, അല്ലാഹു നമ്മോടൊപ്പമുണ്ട് എന്ന് പറഞ്ഞ നേരം നിങ്ങളറിയാതെ, നിങ്ങളുടെ ഒരു ഇടപെടലുമില്ലാതെ, നിങ്ങൾ ആർക്കും വന്നു നോക്കാൻ കഴിയാത്ത വിധം, ആരും കൂടലല്ലോ, അസ്ഹാബുകൾ മുഴുവനും മദീനത്തെത്തിയിട്ടുണ്ട്. മക്കയിൽ ആകുള്ളത് ആരാണ്? പ്രായമുള്ള രോഗികൾ, പിന്നെ അലി റളിയല്ലാഹുവിന്റെ കുട്ടിയാണ്, സിദ്ദീഖ് തങ്ങളും നബി തങ്ങളുമാണ് പിന്നെ മക്കത്തുള്ളത്, അവരാണ് ഇപ്പോൾ ഈ ഗുഹയിലുള്ളത്.
ഒന്ന് അനുയായികൾക്ക് ഒന്ന് വിളിച്ചാൽ ഓടി വരാൻ പോലും മക്കയിൽ ആളുകളില്ല. കാരണം ഹിജ്റയുടെ അത്ഭുതം എന്താ? സ്വഹാബികളോട് ആദ്യം പോകാൻ പറഞ്ഞു നബി തങ്ങൾ മദീനയിലേക്ക്. അതാണ് ഹിജ്റ സ്വല്ലല്ലാഹു. അത് തങ്ങളുടെ ധൈര്യമാണത്. അല്ലെങ്കിൽ എന്താ നേതാവ് പറയാം, ഇങ്ങോട്ടേക്ക് ഞാൻ പോട്ടെ എന്നല്ലേ പറയാ? നേതാവായ തങ്ങൾ പറഞ്ഞത് നിങ്ങളൊക്കെ രക്ഷപ്പെട്ടോളൂ മദീനയിലേക്ക്, രാത്രിക്ക് രാത്രി പുറപ്പെടുക. രാത്രികളിലാണ് അവരൊക്കെ പുറപ്പെട്ടത്. അവരൊക്കെ ഏകദേശം മദീനത്തെത്താറായപ്പോഴാണ് തങ്ങൾ മക്കയിൽ നിന്ന് പോകുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാളുള്ളത്? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. പിന്നെ അലി തങ്ങൾ, ചെറുപ്പക്കാരനാണ് അലി റളിയല്ലാഹു, 23 വയസ്സായിട്ടുള്ളപ്പോൾ മഹാനായ അലി റളിയല്ലാഹു അൻഹു അവിടെ ഉണ്ട്. ബാക്കി ആരുമില്ല നബി തങ്ങൾക്ക് കാര്യമായ കൂട്ടിന് സഹായത്തിനൊന്ന് വിളിച്ചാൽ ഓടി വരാൻ പോലും ആളില്ല. അതാ ഖുർആൻ പറയും, നിങ്ങളാരും എൻ്റെ ഹബീബ് തബൂക്കിലേക്ക് വിളിച്ചിട്ട് വന്നില്ല എന്ന് വിചാരിക്കുക, എൻ്റെ ഹബീബിനെ ഞാൻ സഹായിക്കും. ഞാനത് ചെയ്തിട്ടുണ്ടല്ലോ. ഫഅൻസലല്ലാഹു സകീനതഹു അലൈഹി. ശത്രുക്കൾ ഹബീബിനെ തേടി വന്ന നേരത്ത്, മുത്തുനബിയെ കൊന്നുകളയുമെന്നവർ പറഞ്ഞ നേരത്ത്, നിങ്ങളുടെ ആരുടെയും ഒരു സഹായവും പ്രതീക്ഷിക്കപ്പെടാൻ പോലും ഇല്ലാത്ത നേരത്ത് അള്ളാഹു ഹബീബിനെ സംരക്ഷിച്ചിട്ടുണ്ട്. അവിടുത്തെ പരിശുദ്ധമായ ഹൃദയത്തിലേക്ക് സമാധാനം അള്ളാഹു ഇറക്കി കൊടുത്തിട്ടുണ്ട്. ഇൻസാലു സക്കീന, ഈ സമാധാനം ഇറങ്ങുക എന്ന് പറഞ്ഞാൽ അള്ളാഹു നൽകുന്ന വലിയൊരു തൗഫീഖാണ്. ഇൽമിൻ്റെ മജ്ലിസിനെ കുറിച്ച് തങ്ങളത് പറഞ്ഞത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിനെ സംബന്ധിച്ച് പറയുന്നൊരു മജ്ലിസാണെങ്കിൽ അവിടെ നസലത്ത് അലൈഹിമുസ് സക്കീന, സമാധാനം അവിടെ വരും. വഹഫത്തുഹുമുൽ മലായിക, അള്ളാഹുവിൻ്റെ മലക്കുകൾ അവരെ വലയം ചെയ്യും. വഹഫത്തുഹുമുർ റഹ്മ, അള്ളാഹുവിൻ്റെ റഹ്മത്ത് അവരങ്ങോട്ട് പൊതിയും. വദക്കറഹുമുല്ലാഹു ഫീമൻ ഇൻദ, അള്ളാഹുവിൻ്റെ അരികത്തുള്ള മലക്കുകളോട് റബ്ബ് തആല അഭിമാനം പറയും അള്ളാഹുവിനെ കുറിച്ച് ഓർത്തിരിക്കുന്ന ഒരു സദസ്സിനെ കുറിച്ച് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സക്കീനത്ത് വരുന്നൊരു മജ്ലിസാക്കി അള്ളാഹു നമ്മുടെ മജ്ലിസിനെ മാറ്റിത്തരട്ടെ. സക്കീനത്ത് മലക്കുകൾ കൊണ്ടുവരുന്നതാണ്. അള്ളാഹു എന്ന് വരുന്ന വലിയൊരു തൗഫീഖാണ്. അത് നബി തങ്ങൾക്ക് അള്ളാഹു നൽകിയിട്ടുണ്ട് എന്ന് വ്യക്തമായി പറഞ്ഞ ആയത്ത് സൂറത്ത് തൗബയിൽ, ثم أنزل الله سكينته على رسوله وعلى المؤمنين فأنزل الله سكينته على رسوله وعلى المؤمنين. സൂറത്തു തൗബയിലും സൂറത്തുൽ ഫത്ഹിലും അള്ളാഹു ഒരേപോലെ ആവർത്തിച്ച ആയത്താണിത്. അള്ളാഹുവിൻ്റെ സഹായം, അള്ളാഹുവിൻ്റെ സക്കീനത്ത്, അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്ന് വരുന്ന ശാന്തിയും സമാധാനവും ഹബീബെ അങ്ങയുടെ ഖൽബിലേക്ക് അള്ളാഹു ഇറക്കിത്തന്നു. അള്ളാഹിൻ്റെ റസൂലിന് ഇറക്കി കൊടുത്തു. അലൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്കും. തങ്ങൾ മുഅ്മിനീങ്ങൾപ്പെട്ടവരല്ലേ, അപ്പോൾ ആ ഒന്നിച്ച് മുഅ്മിനി എന്ന് പറഞ്ഞാൽ മതി. പക്ഷേ തങ്ങളുടെ മഹത്വം എടുത്തു കാണിക്കാനാണ് ഫഅൻസലല്ലാഹു സകീനതഹു അലാ റസൂലിഹി, ഹബീബായ തങ്ങളുടെ ഖൽബിലേക്ക് അള്ളാഹു ഇത് ഇറക്കി കൊടുത്തു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് അള്ളാഹു ഹബീബിന് ചെയ്ത വലിയ വലിയ മഹത്വമാണ്. ഹബീബിന് അള്ളാഹു ചെയ്തു കൊടുത്ത വലിയ മഹത്വങ്ങളിൽപ്പെട്ടത് സക്കീനത്ത് തങ്ങൾക്ക് ഇറക്കി കൊടുത്തു. ഗാർ സൗറിന്റെ ചരിത്രം പറഞ്ഞപ്പോൾ അള്ളാഹു പറഞ്ഞ വാക്കെന്താണെന്നറിയോ? ഫഅയ്യദഹു ബിജുനൂദിൻ ലം തറൗഹാ, നിങ്ങളുടെ കണ്ണുകൾക്ക് കാണാൻ കഴിയാത്ത സൈന്യത്തെ ഞാൻ അവിടെ ഇറക്കിയിട്ടുണ്ട് എന്ന്. അത് ചിലന്തി വലയല്ല, അതവിടുത്തെ മാടപ്രാവിൻ്റെ കൂടല്ല. അത് കണ്ടപ്പോഴേ അവർ നോക്കാതെ പോയത് ശരിയാണ്, പക്ഷേ അത് നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന സാധനമാണ്. പക്ഷെ അള്ളാഹു പറഞ്ഞു, നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണാത്തൊരു സൈന്യത്തെ എൻ്റെ ഹബീബിന് ഞാൻ അവിടെ ഇറക്കി കൊടുത്തിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വജഅല കലിമത്തല്ലദീന കഫറു സുഫ്ല വകലിമത്തുല്ലാഹി ഹിയൽ ഉൽയ, അവിശ്വാസികളുടെ വാക്കുകളും അവരുടെ ആശയങ്ങളും താഴെയാണ്. വകലിമത്തുല്ലാഹി ഹിയൽ ഉൽയ, അള്ളാഹുവിൻ്റെ കലിമത്താണ് എപ്പോഴും മേലെ നിൽക്കുന്നത്. നോക്കണം, എന്തൊക്കെ ചീത്ത പറയുന്ന ആൾക്കാർ വന്നുപോയി. നമ്മുടെ മലയാളത്തിൽ വരെ ഹബീബായ തങ്ങളുടെ ഇജ്ജത്തിന് വല്ല കുറവും പറ്റിയിട്ടുണ്ടോ? അത് അവിടെ ഒരു ഓളത്തിലങ്ങ് വന്നു പോകുന്നു. പക്ഷെ ഹബീബിൻ്റെ ആ ഒരു മഹത്വം അള്ളാഹു ഉയർത്തി വച്ചിരിക്കുകയാണ്. അത് മുഅ്മിനീങ്ങളുടെ ഖൽബിൽ നിഷ്പക്ഷമായി കാര്യങ്ങൾ വീക്ഷിക്കുന്നവരുടെ ഹൃദയങ്ങളിൽ, അവരുടെ വീക്ഷണങ്ങളിൽ, ചരിത്ര പണ്ഡിതന്മാർക്ക്, ഗവേഷകന്മാർക്ക്, വിജ്ഞാന കുതുകികൾക്ക് ഒക്കെ ഹബീബിൻ്റെ സ്ഥാനം അള്ളാഹു ഉയർത്തി വച്ചിരിക്കുകയാണ്. അത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ആരൊക്കെ ഊതുന്നുവോ അതനുസരിച്ച് അതിൻ്റെ മാറ്റ് കൂടിക്കൊണ്ടിരിക്കുന്ന പോലെ. സുബ്ഹാനല്ലാഹ്. فأنزل الله سكينته عليه وأيده بجنود لم تروها وجعل كلمة الذين كفروا السفلى وكلمة الله هي العليا. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾക്ക് അല്ലാഹു നൽകിയ മഹത്വങ്ങളിൽ പെട്ട ഒന്ന്, ഇന്നാ അഅ്തൈനാകൽ കൗസർ, ഹബീബായ നബി തങ്ങൾക്ക് അല്ലാഹു നൽകിയ കൗസർ എന്ന നദിയാണ്. അത് സ്വർഗത്തിൻ്റെ നദി. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, റസൂലുള്ളാഹി തങ്ങൾ കൗസറിനെ കുറിച്ച് പറഞ്ഞത്, നഹ്റുൻ ഉഅ്തിയഹു നബിയുക്കും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങളുടെ പ്രവാചകർ
നിങ്ങളുടെ നബിയായ മുഹമ്മദ് റസൂലുള്ളാഹി ഞങ്ങൾക്ക് അല്ലാഹു നൽകിയ ഒരു പുഴയാണ് കൗസർ എന്ന് പറയുന്നത്. ഷാത്വിആഹു ദുർറുൻ മുജവ്വഫ്, അതിൻ്റെ കരകൾ, ആ പുഴ ഒഴുകുന്ന കരകൾ അത് മണ്ണല്ല, അത് മണലുമല്ല. ദുർറുൻ മുജവ്വഫുൻ, ഉള്ളു കാണാൻ കഴിയുന്ന വിധമുള്ള മുത്തുകളാണ് അതിൻ്റെ ഓരങ്ങളിൽ നിൽക്കുന്നത്. ആ മുത്തുകൾക്ക് മീതെ ഒഴുകുന്ന പുഴയാണ് കൗസർ, അത് സ്വർഗത്തിൻ്റെ പുഴയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആനിയതുഹു കഅദദിൻ നുജൂം, അതിൻ്റെ പാത്രങ്ങൾ നക്ഷത്രങ്ങളുടെ എണ്ണത്തോളമുണ്ട് എന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നക്ഷത്രങ്ങളുടെ എണ്ണം എത്രയാണ്? ബില്യൺ കണക്കിന് നക്ഷത്ര സമൂഹങ്ങളാണ് ഈ ഉമ്മത്തിൽ. അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ ഉമ്മത്തികളായി നമ്മളറിയാത്ത, നമ്മൾ കേട്ടിട്ടോ കണ്ടിട്ടോ ഇല്ലാത്ത ആളുകൾ, ബില്യൺ കണക്കിന് ആളുകൾ നാളെ ഖിയാമത്ത് നാളിൽ കൗസർ കുടിക്കാൻ വരുന്ന അതിൻ്റെ അർത്ഥം. ഹബീബിൻ്റെ അരികത്തേക്ക് അപ്പോഴല്ലേ കപ്പ് കൊണ്ട് കാര്യമുള്ളൂ. അതുകൊണ്ടാണ് 4 ആൾ കൂടി ചേർന്ന് സംഘടന ഉണ്ടാക്കി നമ്മൾ മാത്രമേ സ്വർഗത്ത് പോകുന്നുള്ളൂ എന്ന് പറയാൻ നിൽക്കണ്ട. കാരണം അദദുൻ നുജൂമാണ് കൗസറിലെ കപ്പുകൾ അള്ളാഹു വെച്ചിട്ടുള്ളത്. അദദുൻ നുജൂം, ബില്യൺ കണക്കിന് കൊപ്പകളാണ്. ഇതൊക്കെ കോരി കുടിക്കാൻ പറ്റുന്ന മുഅ്മിനീങ്ങൾ ഹബീബിൻ്റെ ഉമ്മത്തിൽ വരാനുണ്ടെന്നാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അഖീദകളിൽ വ്യതിയാനങ്ങൾ സംഭവിച്ചു പോയവർ, അത് മനഃപൂർവ്വം ബോധിച്ചിട്ട് ഇടപെട്ട ആളുകൾ, അറിയാതെ വിട്ടുപോയവർക്കൊന്നും അതിൽ ബാധിക്കൂല. പഴപ്പിച്ചവരെ പെടുള്ളൂ. അതിൽ പഴച്ചുപോയ ആളുകൾ നിരപരാധികളായിരിക്കും. അങ്ങനെ ലോകത്ത് കോടിക്കണക്കിന് ഹബീബിൻ്റെ ഉമ്മത്തികളുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, കോടിക്കണക്കിന്. അവർക്കൊക്കെ കുടിക്കാനുള്ള കോപ്പകൾ വെച്ചുകൊണ്ട് തങ്ങൾ കൗസറിൻ്റെ അരികത്ത് കാത്തിരിക്കുന്നല്ലേ പറഞ്ഞത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് കുടിക്കാൻ ആളുകൾ വരണ്ടേ? അത്രയും ഹബീബിൻ്റെ ഉമ്മത്തികൾ സ്വർഗത്തിലേക്ക് പോകുന്നവരുണ്ടാവുന്നതാണ്. അല്ലാഹു ആ സുംറത്തിൽ നമ്മളെയും ഉൾപ്പെടുത്തി തരട്ടെ. ഇന്നാ അഅ്തൈനാകൽ കൗസർ. ഏതൊക്കെ രീതികളിൽ ജീവിക്കുന്ന മുഅ്മിനീങ്ങളുണ്ട്, ഏതൊക്കെ കർമ്മശാസ്ത്ര നിയമങ്ങൾ ഫോളോ ചെയ്യുന്നവർ, ഏതെല്ലാം രീതിയിൽ ഇബാദത്ത് ചെയ്യുന്നവർ, അങ്ങനെ നമുക്കറിയില്ല. അവരുടെ മസ്അലയോ അവരുടെ മദ്ഹബോ അവരുടെ ആചാരങ്ങളോ നമ്മളൊരു പക്ഷേ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. വിദേശങ്ങളിലും ഗൾഫിലൊക്കെ വന്നിരിക്കുന്ന ആളുകൾക്ക് ഏറെക്കുറെ നമ്മൾ ജുമുഅക്കൊക്കെ കൂടിയാൽ കാണാൻ പറ്റും പല തരത്തിലും നിസ്കരിക്കുന്ന ആളുകൾ. അവരൊരു പക്ഷേ ഒരു മദ്ഹബിനെ പിൻപറ്റിയാണ് ചെയ്യുന്നതെങ്കിൽ അവർ ഹക്കായ വഴിയിലല്ലേ. അപ്പം നമ്മൾ ഏതെങ്കിലും ഒരു രൂപം കാണുമ്പോഴേക്കും അതൊന്നും സ്വർഗത്ത് കിടക്കൂല എന്ന് നമ്മൾ പറയുക. നമ്മൾ ഭയങ്കര റിജിഡാണ്. മലയാളികൾക്ക് മാത്രമുള്ള ഒരു അസുഖമാണോ അതെന്ന് എനിക്കറിയില്ല. നമ്മൾ വളരെ ചുരുങ്ങിയ കുറച്ചാളുകൾ മതി എന്ന് തോന്നുന്ന ലഖദ് ഹജ്ജറത വാസിഅ, വിശാലമായ സ്വർഗത്തെ സംബന്ധിച്ച് അന്ന് അറാബി പറഞ്ഞില്ലേ, പൊന്നാര നബിയെ ഞാൻ നിങ്ങളും മാത്രം അതിൽ കയറിയാൽ മതി, വേറെ ആരും ഇതിൽ കയറേണ്ട, അള്ളാഹിനോട് കൂട്ടാൻ വേണ്ടി പറയാം വാതിൽ. എന്തിനാണ് അറാബി വലിയൊരു സ്ഥലത്തെ നിങ്ങൾ എന്തിനായി ചെറുതാക്കി കളഞ്ഞത്? അവിടെ എത്രയോ ആളുകൾക്ക് വരാൻ സ്ഥലമില്ലയോ എന്ന് തിരിച്ചു ചോദിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പള്ളിയിൽ മൂത്രമൊഴിച്ചതിനെ തങ്ങളുടെ ഉപദേശം കേട്ട് സന്തോഷം കൊണ്ട് ആ മനുഷ്യൻ പറഞ്ഞ വാക്കാണത്. ബാക്കിയുള്ളവരൊക്കെ എന്നെ ചീത്ത പറഞ്ഞില്ലേ, ബാക്കിയുള്ളവരൊക്കെ എന്നെ അടിക്കാൻ വേണ്ടി വന്നില്ലയോ, തങ്ങളെ അങ്ങല്ലേ ആ മൂത്രത്തിലേക്ക് വെള്ളമൊഴിച്ചാൽ മതി എന്ന് പറഞ്ഞത്, അങ്ങല്ലേ എനിക്ക് മാന്യമായി മറുപടി തന്നത്, എനിക്കറിയില്ലായിരുന്നു ഇവിടെ മൂത്രമൊഴിക്കാൻ പാടില്ല എന്ന്, ഞാനത് ചെയ്തു പോയി. പക്ഷേ നിങ്ങളല്ലാത്ത മറ്റെല്ലാവരും എന്നോട് ദേഷ്യപ്പെട്ടു, അങ്ങ് മാത്രമല്ലേ എന്നോട് കരുണയോടെ പെരുമാറിയത്, അതുകൊണ്ട് നബിയെ ഞാൻ നിങ്ങളും മാത്രം പോയാൽ മതി സ്വർഗത്തിൽ. അപ്പോൾ തങ്ങൾ പറഞ്ഞു, വേണ്ട, അവിടെ ഒരുപാട് ആളുകൾക്ക് വരാൻ സ്ഥലമുണ്ട്. ലഖദ് ഹജ്ജറത വാസിഅ, വിശാലമായൊരു സ്ഥലത്തെ നിങ്ങൾ എന്തിനായി ചുരുക്കിക്കളഞ്ഞത് എന്ന് തങ്ങൾ ചോദിച്ചു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നാ അഅ്തൈനാകൽ കൗസർ, അങ്ങേക്ക് നാം കൗസർ എന്ന പുഴ നൽകിയിരിക്കുന്നു നബിയെ. ഒരർത്ഥം അൽ കൗസർ എന്നതിന് കസീർ എന്നർത്ഥമുണ്ട്. ഒരുപാട് നിഅമത്ത് അങ്ങേക്ക് നാം നൽകിയിരിക്കുന്നു നബിയെ, ദുനിയാവിലും നാളെ ആഖിറത്തിലും. ഇന്നാ അഅ്തൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. ഫസല്ലി ലിറബ്ബിക വൻഹർ, അല്ലാഹുവിനോട് അങ്ങ് നന്ദി സൂചകമായിട്ട് നബിയെ അങ്ങയുടെ ശരീരം കൊണ്ടും അങ്ങയുടെ സമ്പത്ത് കൊണ്ടും അള്ളാഹുവിന് ഖിദ്മത്ത് ചെയ്യണം, അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യണം. ശരീരത്തിൻ്റെ ഖിദ്മത്താണ് നിസ്കാരം. ഫസ്വല്ലി, നിസ്കാരങ്ങൾ വർദ്ധിപ്പിക്കണം. ലിറബ്ബിക വൻഹർ, അള്ളാഹുവിന് വേണ്ടി ബലിയെറുക്കണം, ബലിപെരുന്നാളിൻ്റെ ഉദ്ഹിയ്യത്ത് ചെയ്യണം. അത് സമ്പത്ത് കൊണ്ട് ചെയ്യുന്നൊരു ഇബാദത്താണ്. അതുകൊണ്ട് സമ്പത്ത് അള്ളാഹുവിൻ്റെ വഴി. ചിലർ നിസ്കാരം ദിക്റൊക്കെ ഭയങ്കര പക്ഷെ പൈസയുടെ അടുത്ത് വരും ഭയങ്കര പിഷ്കന്മാരുണ്ടാവും. 5 പൈസ അള്ളാഹിൻ്റെ വഴിക്കോ ഒരു വഴിക്കും കൊടുക്കൂല. അത് മുഅ്മിനീങ്ങൾക്ക് പറ്റാത്തൊരു സ്വഭാവമാണെന്ന, ഈ പൈസയാണ് എല്ലാം എന്നൊരു തോന്നൽ ഒരു വിശ്വാസിക്ക് വരാൻ പാടില്ലെന്ന. കാരണം ഇതെൻ്റെ കയ്യിൽ അള്ളാഹു തന്നത്,
അതിൻ്റെ അർഹരായ ആളുകളുടെ കൈകളിലേക്ക് എത്തിക്കാൻ ഞാനൊരു ഇടനിലക്കാരൻ മാത്രമാണ്. ആ രീതിയിലാണ് അങ്ങനെയല്ലേ അള്ളാഹു പറഞ്ഞത്. നാം കൊടുത്തതിൽ നിന്ന് ചെലവഴിക്കുന്നവരാണ് വിജയിക്കുന്ന മുഅ്മിനീങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത് അള്ളാഹു തന്നതാണ് എന്ന് ബോധിക്കുന്ന ആളാണ് മുഅ്മിൻ. ജോലിയുണ്ട്, കച്ചവടമുണ്ട്, അള്ളാഹു അനുഗ്രഹം നൽകിയിട്ടുണ്ട്, പിന്നെ എന്ത് ചെയ്യും? പൈസ കൊണ്ട് പൈസ ബാങ്കിൽ വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ ബില്യനെയർ ആവുമോ എന്ന് കാത്തിരിക്കുകയാണോ? ആ കിട്ടിയത് കൊടുത്തുകൊണ്ടിരിക്കണം, അള്ളാഹുവിൻ്റെ വഴിയിൽ ദാനം ചെയ്തുകൊണ്ടിരിക്കണം. അതാണ് വിശ്വാസിയുടെ ലക്ഷണം. ധൂർത്ത് ചെയ്യണം എന്നല്ല, എല്ലാം കൊടുത്തു തീർക്കണം എന്നുമല്ല അതിൻ്റെ അർത്ഥം. ദാനം ചെയ്യുന്ന ശീലം ഒരു മുഅ്മിനുണ്ടാവണം, ഇബാദത്തിൻ്റെ ശീലവും. ഇത് രണ്ടും അള്ളാഹു നൽകുന്ന നിഅമത്തുകൾക്ക് നൽകുന്ന ശുക്റാൻ എന്ന് അള്ളാഹു പഠിപ്പിക്കുന്ന സൂറയാണിത്. ഇന്നാ അഅ്തൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. ഇന്ന ശാനിഅക, എന്താ ഷാനി എന്ന് പറഞ്ഞാൽ? അങ്ങയോട് ദേഷ്യപ്പെടുന്ന ആള്. ഷാനി എന്ന് പറഞ്ഞാൽ ദേഷ്യപ്പെടുന്ന ആൾ എന്നാണ്. ഷാനി എന്നൊക്കെ പേരിടാറുണ്ടല്ലേ. ഇനി വേറെ എന്തെങ്കിലും അതിൻ്റെ ഒറിജിൻ ഉണ്ടോ എനിക്ക് അറിയില്ലേ. അറബിയിൽ ഷാനി എന്ന് പേരോടെ പറയുമ്പോൾ ഷാനി എന്ന് പറയും. ഷാനി അക, അങ്ങയോട് ദേഷ്യപ്പെടുന്ന ആള്, അങ്ങയോട് വെറുപ്പുള്ള ആള് എന്നാണ് ഇതിനർത്ഥം. ഷാനി അക ഹുവ അൽ അബ്തർ, അവരാണ് പ്രശസ്തി മുറിഞ്ഞു പോയവർ, അവരാണ് വാല് മുറിഞ്ഞു പോയവർ എന്നാണ്. അബ്തർ എന്ന് പറഞ്ഞാൽ വാല് മുറിഞ്ഞ മൃഗത്തിനാണ് അബ്തർ എന്ന് പറയാം. ഒരു മൃഗത്തിൻ്റെ വാല് മുറിഞ്ഞാൽ അബ്തർ എന്ന് പറയും. തങ്ങള് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇബ്രാഹിം എന്ന കുഞ്ഞ്, മാരിയത്തുൽ ഖബിസിയ്യ ബീവിക്ക് തങ്ങൾ ജനിച്ച ഇബ്രാഹിം എന്ന കുഞ്ഞ്, ആ മോന് മരണപ്പെട്ടപ്പോൾ ഖുറൈശികൾ പറഞ്ഞു, ദേ അവസാനത്തെ ആൺകുട്ടി മരിച്ചു. ഇനിയിപ്പോൾ മുഹമ്മദ് നബി ഞങ്ങൾ എത്രയൊക്കെ വലിയ ആളാണെങ്കിലും തങ്ങളുടെ ആ ഒരു ലെഗസി, പാരമ്പര്യവും തങ്ങളുടെ മഹത്വവും നിലനിർത്തി കൊണ്ടുപോരാൻ ഒരു ആൺകുട്ടി ഇല്ലല്ലോ, പെൺമക്കളല്ലേ പിന്നെ ഉള്ളൂ. അന്ന് അറബികൾ വിചാരിച്ചത് ആൺകുട്ടികളുണ്ടെങ്കിലേ വാപ്പയുടെ ആ ഒരു ഇജ്ജത്ത് നിലനിർത്താൻ കഴിയുള്ളൂ എന്നാണ്. അപ്പൊ തങ്ങളുടെ ആൺകുട്ടി വഫാത്തായപ്പോൾ അവര് പറഞ്ഞു ഹുവൽ അബ്തർ. നബി തങ്ങളുടെ വിഷയത്തിൽ തങ്ങൾ വാലുമുറിഞ്ഞു എന്ന പ്രയോഗം അവർ പ്രയോഗിച്ചു. എന്താണ് ഇതിനർത്ഥം? തങ്ങൾക്ക് ഇനി പ്രശസ്തിയൊന്നുമില്ല, തീർന്നു, കഴിഞ്ഞു. അള്ളാഹു പറ, ഇന്ന ശാനിഅക, നബിയെ അങ്ങയോട് ദേഷ്യപ്പെടുന്നവർ ഹുവൽ അബ്തർ, അവരാണ് വാലുമുറിഞ്ഞത്, അവരാണ് പ്രശസ്തിയും നന്മയും സൽപ്പേരും മുറിഞ്ഞു പോയവർ. അവർക്ക് സൽപ്പേരില്ല. ഇപ്പോൾ അങ്ങയോട് ദേഷ്യപ്പെട്ടവർ, അങ്ങയോട് വൈരാഗ്യം കാണിച്ചവർ, അങ്ങ് സത്യമായിരുന്നുവെന്ന് ബോധ്യപ്പെട്ടിട്ടും അധികാരം വിചാരിച്ചുകൊണ്ട് അള്ളിപ്പിടിച്ചു നിന്നവർ, അവരെയൊക്കെ ചരിത്രം മറന്നുകളഞ്ഞു. ഓർക്കുകയാണെങ്കിൽ പോലും അവർ ചെയ്ത തിന്മകളുടെ അഡ്രസ്സിൽ മാത്രമേ അവർ ഓർക്കപ്പെടുന്നുള്ളൂ. എന്നാൽ അങ്ങ് ഓർക്കപ്പെടുന്നത് അങ്ങ് ആകാശഗോളങ്ങളോളം വിഹായസ്യനോളം ഉന്നതിയിലാണ് ഹബീബെ. അങ്ങയുടെ സ്ഥാനം അങ്ങയോട് ദേഷ്യപ്പെടുന്നവർക്കാണ് അള്ളാഹു തആല അബദ്ധറാക്കി കളയുന്നത്, അല്ലെങ്കിൽ അള്ളാഹു തആല അവരുടെ പേരും പെരുമയും മുറിച്ചു കളയുന്നത് അങ്ങയോട് ദേഷ്യപ്പെടുന്നവരോടാണ്. നോക്കണം, അത് ഇന്നും അങ്ങനെയാണ്. പുണ്യനബി ഞങ്ങളുടെ മേൽ എന്തെങ്കിലും മനസ്സിലാക്കാതെ നുണകൾ എഴുതി വെച്ചത്, നുണചരിത്രം എഴുതി വെച്ചത് വായിച്ചിട്ട് ഹബീബായ തങ്ങളുടെ മേൽ ആരോപണം ഉന്നയിക്കുന്ന നമ്മുടെ നാട് ജനാധിപത്യ രാജ്യങ്ങളുടെ ഒന്നും പറയാൻ പറ്റൂല. അത് പറയേണ്ടവർക്കെല്ലാം പറയാമെന്നൊരു സ്വാതന്ത്ര്യം പോലെയാണ്. അതുകൊണ്ട് അവരങ്ങനെ വിളിച്ചു പറയും. ഒരിക്കലും ഒരു മതവിശ്വാസികളെയും വേദനിപ്പിക്കുന്നത് ആരും പറയാൻ പാടില്ല എന്നാണ്. പക്ഷേ ലോകത്തെന്ന് പറയുന്നത് മുഴുവനും മുസ്ലിം ഉമ്മത്തിനെ വേദനിപ്പിക്കുന്ന വാക്കുകളെ യുക്തിവാദികൾക്കും പറയാനുള്ളൂ, അല്ലാത്തവർക്കും പറയാനുള്ളൂ. ആയിക്കോട്ടെ, അതുകൊണ്ടൊന്നും ഹബീബിന്റെ മഹത്വം കുറഞ്ഞു പോകുന്നില്ല. ആ പറയുന്നവർ കുറച്ചു കാലം കഴിഞ്ഞങ്ങ് അബദ്ധറായി പോവാൻ. ചിത്രത്തിലില്ല. എത്ര ആളുകൾ എന്തൊക്കെ വിളിച്ചു പറഞ്ഞു പോയി, പിന്നെ എവിടെയാണ് അവര്, എവിടെ പോയി എന്നാ ചോദിക്കുക. ഇപ്പൊ കേൾക്കാനില്ലല്ലോ. ഹബീബായ തങ്ങൾക്ക് അള്ളാഹു നൽകിയ വാഗ്ദാനമാണ്. അങ്ങയോട് വെറുപ്പ് പ്രചരിപ്പിക്കുന്ന മുഴുവൻ ആളുകളും അബ്തറാണ്, അവരുടെ പ്രശസ്തിയും പെരുമയും മറ്റുപോകും നബിയെ എന്ന് അള്ളാഹു ഹബീബിന് ഉറപ്പ് കൊടുത്ത സൂറയാണത്. ഇന്നാ അഅ്തൈനാകൽ കൗസർ. ഹബീബിന്റെ കൗസറിൽ നിന്ന് വാരി കുടിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസാ അൻ യബ്അസക റബ്ബുക മഖാമൻ മഹ്മൂദാ. ഹബീബായ നബിയെ, അങ്ങേക്ക് നാം മഖാമും മഹ്മൂദ് നൽകാൻ പോകുന്നുണ്ട്. ഇന്നഹു ലമൻസിലത്തുൻ ലാ തൻബഗി ഇല്ലാ ലിഅബ്ദിൻ മിൻ ഇബാദില്ലാഹ് വഅർജു അൻ അകൂന അനഹു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഖാമും മഹ്മൂദിനെ സംബന്ധിച്ച് പറഞ്ഞു. അത് അല്ലാഹു ഒരേ ഒരാൾക്ക് മാത്രം നൽകുന്ന ഒരു സ്ഥാനമാണ്. അത് ഒരേ ഒരാൾക്ക് മാത്രമേ അല്ലാഹു നൽകൂ. നാളെ സ്വർഗ്ഗലോകത്ത് ആ ഒരു സ്ഥാനം എനിക്ക് വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് വേണ്ടി മഖാമും മഹ്മൂദിനെ നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ശഫാഅത്ത് കിട്ടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
മഖാമു മഹ്മൂദിനെ കുറിച്ച് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ശഫാഅത്ത് ചെയ്യാൻ അല്ലാഹു ഹബീബിന് കൊടുക്കുന്ന ആ ഒരു അവസരത്തെ കുറിച്ചാണ് മഖാമു മഹ്മൂദ് എന്ന് പറയുന്നത് അത്രേ. ഇന്നന്നാസ യസീറൂന യൗമൽ ഖിയാമത്തി ജുസ്സാ കുല്ലു ഉമ്മത്തിൻ തത്ബഉ നബിയഹാ. ഓരോ പ്രവാചകന്മാരുടെ കൂടെയും ആ നബിമാരുടെ അനുയായികൾ ഓരം പറ്റി നിൽക്കുന്നൊരു നേരമുണ്ട്. ജനങ്ങളെല്ലാം ചിന്നിച്ചിതറി ഓടുന്ന ഒരു നേരമുണ്ട്. അവർ പറയും, യാ ഫുലാൻ ഇശ്ഫഅ, നബിയെ പ്രവാചകരെ നിങ്ങൾ അല്ലാഹുവിനോടൊന്ന് പറയുമോ വിചാരണ തുടങ്ങാൻ. ഓരോ നബിയുടെ അടുത്തേക്കും ആളുകൾ ഓടുന്നതിനെ കുറിച്ച് ഹബീബ് പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആദം നബി അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം, മൂസ നബി അലൈഹിസ്സലാം, ഈസ നബി അലൈഹിസ്സലാം, ഉലുൽ അസ്മിൽപ്പെട്ട അംബിയ എൻ്റെ അടുത്ത് ഓടുന്ന കഥ പറഞ്ഞിട്ടുണ്ട് തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകന്മാരൊക്കെ എന്താ മറുപടി പറയുന്നതെന്ന് പറഞ്ഞു അല്ലേ. എല്ലാ കാണുന്നവരോട് മുഴുവനും പറയും അത്ര ആളുകൾ, ഒന്ന് അല്ലാഹുവിനോട് പറയും. ഇങ്ങനെ ഈ വെയിലത്ത് ഈ ചൂടത്ത് നിൽക്കാൻ കഴിയില്ല. അള്ളാഹുവിനോട് വിചാരണ തുടങ്ങാൻ വേണ്ടി ഒന്നാരെങ്കിലും റെക്കമെൻഡ് ചെയ്യുമോ, ആരെങ്കിലും ഒന്ന് പറയുമോ? അള്ളാഹുവിന്റെ ഹബീബിന്റെ അരികത്തേക്കാണ് അവസാനമായി ആ റിക്വസ്റ്റ് വന്നെത്തുന്നത്. നബിയെ അങ്ങ് അള്ളാഹുവിനോട് പറയണം. ആ സമയത്താണ് നബി തങ്ങൾ സുജൂദിൽ വീഴുന്നതും ഫയഹ്മിദുല്ലാഹ ബിമഹാമിദ, അള്ളാഹുവിന്റെ ഹംദുകൾ ഇതുവരെ ഒരാൾക്കും അറിഞ്ഞിട്ടില്ലാത്തത്, ഒരാളും ലോകത്ത് പറഞ്ഞിട്ടില്ലാത്ത ഹംദിന്റെ വാക്കുകൾ നബി തങ്ങൾക്ക് അള്ളാഹു അറിയിച്ചു കൊടുക്കുകയും ആ വാക്കുകൾ വെച്ച് ഹബീബായ തങ്ങൾ അള്ളാഹുവിനോട് ശുപാർശക്ക് അപേക്ഷിക്കുകയും ചെയ്യുമ്പോൾ, മുഹമ്മദ് ഹബീബേ അങ്ങ് പറഞ്ഞോളൂ, ഞാൻ കേൾക്കാം. അങ്ങ് ശുപാർശ ചെയ്തോളൂ, ആ ശുപാർശ ഞാൻ അംഗീകരിക്കാം എന്ന് പറഞ്ഞ് തങ്ങളോട് തല ഉയർത്താൻ പറയുന്ന ആ ഒരു സ്ഥാനത്തെ കുറിച്ചാണ് മഖാമും മഹ്മൂദ് എന്ന് പറയുന്നത് എന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ ഹബീബിന്റെ ശഫാഅത്ത് അല്ലാഹുവേ ഞങ്ങൾക്ക് നൽകണേ റബ്ബേ. ഇൽമിന്റെ മജ്ലിസിൽ വെച്ച് ചോദിക്കുകയാണ്, റബ്ബേ ഞങ്ങളുമായി ബന്ധമുള്ള എല്ലാ മുഅ്മിനാത്തുകൾക്കും അല്ലാഹുവേ നിന്റെ അഷ്റഫുൽ ഖൽഖിന്റെ ശഫാഅത്ത് കൊണ്ട് രക്ഷപ്പെടുത്തണേ റബ്ബേ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഹബീബിനെ അല്ലാഹു ആദരിച്ച ബഹുമാനിച്ചതിന്റെ ഇത്മാമുൻ നിഅമത്തിന്റെ മറ്റൊരു പ്രതിഫലനമാണ് ഇസ്റാ മിഅ്റാജ്. അത് ഹബീബിന് അല്ലാഹു കൊടുത്ത സ്ഥാനമാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലമഹു ശദീദുൽ ഖുവാ ذو مرة فاستوى وهو بالأفق الأعلى ثم دنا فتدلى فكان قاب قوسين أو أدنى فأوحى إلى عبده ما أوحى ما كذب الفؤاد ما رأى أفتمارونه على ما يرى ولقد رآه نزلة أخرى عند سدرة المنتهى عندها جنة المأوى إذ يغشى السدرة ما يغشى ما زاغ البصر وما طغى لقد رأى من آيات ربه الكبرى. سورة النجم. അല്ലമഹു ശദീദുൽ ഖുവാ. അതിശക്തിമാനായ ഒരാളാണ് ഹബീബിന് ഖുർആൻ പഠിപ്പിച്ചത്, ഹബീബിന് ഇൽമ പഠിപ്പിച്ചത്. ഷദീദുൽ ഖുവാ എന്നത് ജിബ്രീൽ അലൈഹിസ്സലാമിനെ കുറിച്ച് ഉപയോഗിച്ച പ്രയോഗമാണത്രേ. ذو مرة فاستوى وهو بالأفق الأعلى ثم دنا فتدلى فكان قاب قوسين أو أدنى. അള്ളാഹുവിന്റെ ഹദറത്തിലേക്ക് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പരിശുദ്ധമായ നഫ്സോടുകൂടെ റബ്ബിന്റെ ഹദറത്തിലേക്ക് അടുത്തു നിന്നു എന്ന് പറയുന്ന പ്രയോഗങ്ങളാണിത്. ഫഔഹാ ഇലാ അബ്ദിഹി മാ ഔഹാ. ആകാശലോകങ്ങൾക്കപ്പുറം അള്ളാഹു തെരഞ്ഞെടുത്ത ഒരു മഖാമിൽ അള്ളാഹുവിന്റെ സാമീപ്യം അറിഞ്ഞ നബിതങ്ങൾ ആ സമയത്ത് അള്ളാഹു ഒരുപാട് വഹി ഹബീബിന് കൊടുത്തിട്ടുണ്ട്. അതുവരെ ഒരാളും അറിഞ്ഞിട്ടില്ലാത്ത ഇൽമുകൾ ഹബീബിന് അല്ലാഹു കൊടുത്തു. മാ കദബൽ ഫുആദു മാ റആ അഫതുമാറൂനഹു അലാ മാ യറാ. അവിടുന്ന് കണ്ടു എന്ന് പറയുന്നതിൽ നിങ്ങൾ സംശയിക്കുകയാണോ?
അവിടുത്തെ പരിശുദ്ധമായ ഹൃദയം ഉൾക്കൊണ്ടത് മുഴുവൻ സത്യമായിരുന്നു. വലഖദ് റആഹു നസലതൻ ഉഖറാ, ഒരിക്കലൂടെ കണ്ടിട്ടുണ്ട് നബിതങ്ങൾ. ജിബ്രീൽ അലൈഹിസ്സലാമിനെ കണ്ടതാണതെങ്കിൽ ഇൻദ സിദ്റത്തിൽ മുൻതഹ ഇൻദഹാ ജന്നത്തുൽ മഅവാ, ജന്നത്തുൽ മഅവാ എന്ന സ്വർഗ്ഗത്തിന്റെ അരികത്തുള്ള സിദ്റത്തുൽ മുൻതഹായുടെ അരികത്ത് വെച്ച് ജിബ്രീൽ അലൈഹിസ്സലാമിനെ കണ്ടു. ഇത് യഗ്ഷ സിദ്റത മാ യഗ്ഷ മാ സാഗൽ ബസറു വമാ തഗാ, ഹബീബിന്റെ കണ്ണുകൾ ഒരിക്കലും അലക്ഷ്യമായി പോവുകയോ ഹബീബിന്റെ കണ്ണുകൾ അസത്യമാവുകയോ അല്ല. ലഖദ് റആ മിൻ ആയാതി റബ്ബിഹി അൽ കുബ്റാ, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ കുബ്റയായ ഒരു ദൃഷ്ടാന്തം, ഏറ്റവും വലിയൊരു ദൃഷ്ടാന്തം ഹബീബ് കണ്ടിട്ടുണ്ട് എന്ന് പറയുന്ന അവസാനത്തെ ആയത്ത് അള്ളാഹുവിനെ ദർശിച്ചിട്ടുണ്ട് എന്നാണ് അതിൻ്റെ ആശയമെന്ന് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. സൂറത്തുൻ നജ്മ്, ലഖദ് റആ മിൻ ആയാതി റബ്ബിഹിൽ കുബ്റാ, ആരും ഒരിക്കലും കണ്ടിട്ടില്ലാത്തതാണത്. ജിബ്രീൽ തങ്ങളെ പ്രവാചകന്മാർ കണ്ടിട്ടുണ്ട്, ജിബ്രീൽ അലൈഹിസ്സലാമിന് ഒരുപാട് നബിമാർ കണ്ടിട്ടുണ്ട്. ഒരിക്കലും ആരും കണ്ടിട്ടില്ലാത്തത് ഈ ലോകത്തിന്റെ പരിധിയിൽ ജീവിച്ചിരിക്കെ മൂസ അലൈഹിസ്സലാം പോലും ചോദിച്ചു, റബ്ബേ നിന്നെ കാണിച്ചുരോ? അള്ളാഹു എന്താ പറഞ്ഞത്? ലൻ തറാനി, മൂസ നബിയെ അങ്ങേക്ക് ഇവിടെ വെച്ച് എന്നെ കാണാൻ കഴിയൂല, ഇവിടെ വെച്ച് കാണാൻ കഴിയും. ലൻ തറാനി, അള്ളാഹിനെ തീരെ കാണാൻ കഴിയൂല എന്നായിരുന്നു മറുപടി. എങ്കിൽ ലൻ ഉറ എന്നായിരുന്നു പറയാന്ന, എന്നെ കാണപ്പെടില്ല മൂസ നബിയെ. പിന്നെ എന്തിനാ ചോദിക്കണത്? പക്ഷെ അള്ളാഹുത്തിന്റെ മറുപടി, നിങ്ങൾക്ക് എന്നെ ഇവിടെ വെച്ച് കാണാൻ കഴിയില്ല, അവിടെ വെച്ച് കാണാൻ കഴിയുന്ന. ലൻ തറാനി, പക്ഷേ ഹബീബായ തങ്ങൾക്ക് അള്ളാഹു ഇത് കാണിച്ചു കൊടുത്തു എന്നാണ്. യാ അല്ലാഹ്, ഇത്രയും വലിയൊരു മഹത്വം കൊണ്ട് അള്ളാഹു അനുഗ്രഹിച്ചത് അമ്പിയാക്കളുടെ അന്തിമ കണ്ണിയായ നമ്മുടെ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾക്കാണ്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅല്ലമക മാ ലം തകുൻ തഅലം. ആർക്കും അറിഞ്ഞിട്ടില്ലാത്ത അറിവുകൾ ഹബീബേ അള്ളാഹു അങ്ങേക്ക് അറിയിച്ചു തന്നിരിക്കുകയാണ്. വഅല്ലമക മാ ലം തകുൻ തഅലം വകാന ഫളലുല്ലാഹി അലൈക അദീമാ. ഹബീബിന്റെ ഇൽമ്, തങ്ങളുടെ ഇൽമിനെ നമ്മൾ ഹദീസിന്റെ കിതാബ് എടുത്ത് നോക്കുമ്പോഴേ സ്വർഗത്തിൻ്റെയും നരകത്തിൻ്റെയും മഹ്ശറിൻ്റെയും ഖബറിൻ്റെയും നമ്മുടെ കാണാത്തൊരു ലോകത്തിൻ്റെ ഡിസ്ക്രിപ്ഷൻ, വിശദീകരണം തങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നത് മാത്രം ഒരു മുഅ്ജിസത്താണ്. അത് വല്ലാത്തൊരു അത്ഭുതമാണ്. ഒരിക്കലും നമ്മുടെ ചിന്തകളിൽ പോലും കാണാൻ കഴിയാത്തത് നമുക്ക് ശരിക്കും വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നരകത്തെ സംബന്ധിച്ചൊക്കെ പറഞ്ഞ അദാബിനെ കുറിച്ചുള്ള ആ ഒരു ബയാൻ നമ്മൾ കേട്ടുകഴിഞ്ഞാൽ യാ അല്ലാഹ് നമ്മൾ തരിച്ചു പോകും. എന്താണ് തങ്ങൾ ഈ പറയുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? സ്വർഗത്തെ സംബന്ധിച്ച് പറഞ്ഞു കേൾക്കുമ്പോൾ, മഹ്ശറയുടെ അഹ്വാലുകളെ സംബന്ധിച്ച് ഭയാനകമായ അനുഭവങ്ങളെക്കുറിച്ച് പറയുന്നത്, ഖബറിൻ്റെ അദാബിനെ സംബന്ധിച്ചും നഈമിനെ കുറിച്ചും പറയുന്നത്, ഇതൊന്നും മനുഷ്യന് ആക്സസ് ഇല്ലാത്ത ലോകമാണ്. പിന്നെ ഈ ദുന്യാവിൻ്റെ ഇൽമുകളിൽ തങ്ങൾ വാരിക്കോരി തന്നത് വഅല്ലമക മാ ലം തകുൻ തഅലം. 40 വയസ്സ് വരെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അറിഞ്ഞിട്ടില്ലാതിരുന്നത് 63 വയസ്സ്, 40 മുതൽ 63 വയസ്സിനുള്ളിൽ അള്ളാഹു വാരിക്കോരി കൊടുത്ത ഇൽമ്, ആ ഇൽമിൻ്റെ നഫഹാറ്റുകൾ കിട്ടിയ സ്വഹാബികൾ ലോകത്തിന് വിതരണം ചെയ്ത ഇൽമ്, സ്വഹാബികളിൽ നിന്ന് താബിഈങ്ങൾ പഠിച്ചെടുത്തത്, അവരിൽ നിന്ന് താബിഈങ്ങൾ, അയിമ്മത്തുൽ മുജ്തഹിദീൻ, ഉലമാഉകൾ, ഫുഖഹാഉകൾ, ഇവരൊക്കെ പഠിച്ചെടുത്ത ഇൽമ് മുഴുവൻ എടുത്തു നോക്കിയാൽ അതിൻ്റെയൊക്കെ അടിസ്ഥാനം എവിടെയാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇസ്ലാമിക നോളേജ്, ഇസ്ലാമികമായ റിസർച്ച് എന്ന് പറഞ്ഞാൽ ഒരിക്കലും അവസാനിക്കാത്തതാണ്. ലോകത്ത് എല്ലാ സയൻസും അതിൻ്റെതായ വ്യാപ്തിയുണ്ട്, അതിൻ്റെതായ അതിൻ്റെതായ വാസ്റ്റ്നെസ് ഉണ്ട്. പക്ഷേ ദീനിൻ്റെ ഉലൂമുകളുടെ ഒരു പ്രത്യേകത ഒരിക്കലും തീരൂല. നമുക്ക് ലൈബ്രറിയിലൊക്കെ കടന്നാൽ പിന്നെ അതിൻ്റെ പുസ്തകത്തിൻ്റെ ഹെഡിങ്ങും ഹെഡ്ലൈൻസും മാത്രം വായിച്ചാൽ തന്നെ ജീവിതം തീർന്നു പോകും. അത്രയും ദീനിൻ്റെ ഇൽമുകൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇത് മുഴുവൻ കണക്ട് ചെയ്യുന്നത് എവിടെയാണ്? അതിൻ്റെ മെയിൻ സോഴ്സ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കുകളിൽ നിന്ന് കിട്ടിയതിനെ സ്വഹാബികൾ ഫഹ്മ് ചെയ്തത്, മനസ്സിലാക്കിയത്, അവരിൽ നിന്ന് അവരുടെ ശിഷ്യന്മാരായ താബിഈകൾ മനസ്സിലാക്കിയത്, അങ്ങനെ ആലിമീങ്ങൾ, മുഹദ്ദിഥീങ്ങൾ, ഫുഖഹാ, അള്ളാഹുവിൻ്റെ മുത്തസവ്വിഫീങ്ങളായ ആലിമീങ്ങൾ, ഇവരൊക്കെ ലോകത്തിന് വിതരണം ചെയ്ത ഇൽമിൻ്റെ വ്യാപ്തി നമുക്കൊരിക്കലും ജീവിതത്തിൽ എത്തിപ്പിടിക്കാൻ കഴിയില്ല. ഹദീത്ത് പഠിക്കുന്ന ഹദീത്ത് മാത്രം പഠിച്ചാൽ തന്നെ തീരൂല. ഖുർആൻ തഫ്സീറുകളിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അത് തീരൂല. താരീഖിലേക്ക് ഇറങ്ങിയാൽ അത് തീരൂല. ഇങ്ങനെ അനന്തമായി കിടക്കുന്ന ഫിഖഹിൻ്റെ മസലകളിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ വല്ലാത്തൊരു ലോകമാണത്. ഇതിൻ്റെയൊക്കെ ആശ്രയം എവിടെയാ?
പുണ്യനബി തങ്ങളുടെ വഹയാണ്. അത്രയും അതുകൊണ്ടാണ് വഅല്ലമക മാ ലം തകുൻ തഅലം, അല്ലാഹു നബിയെ അങ്ങേക്ക് ഇൽമ തന്നിരിക്കുന്നു. അത്രമേൽ അല്ലാഹു ആദരിച്ചു ഹബീബായ തങ്ങളെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബൽ മത്തഅത ഹൗലാഇ വആബാഅഹും ഹത്താ ജാഅഹുമുൽ ഹഖ് വഹത്താ ജാഅഹുമുൽ ഹഖ് വറസൂലും മുബീൻ. വിശുദ്ധമായ ഖുർആൻ വ്യക്തമായി വ്യാഖ്യാനിക്കേണ്ട ഉത്തരവാദിത്വം അല്ലാഹുവിൻ്റെ റസൂലിനാണ്. ബൽ മത്തഅത ഹൗലാഇ വആബാഅഹും, മക്കക്കാരായ ആളുകൾക്കും അവരുടെ പിതാക്കന്മാർക്കും ഒരു പ്രവാചകന്റെയോ അംബിയാഇന്റെയോ നുബുവത്തിന്റെയോ വെളിച്ചം കിട്ടാതെ കുറെ കാലം അവർ കഴിഞ്ഞു. ഹത്താ ജാഅഹുമുൽ ഹഖ്, അങ്ങനെ അവർക്ക് ഹഖ് വരികയുണ്ടായി. അത് വിശുദ്ധ ഖുർആൻ. വറസൂലും മുബീൻ, മുബീനായ റസൂൽ. ഖുർആനെ കുറിച്ച് പറഞ്ഞ പ്രയോഗമാണ് മുബീൻ. മുബീനായ റസൂൽ, എല്ലാം വ്യക്തമാക്കി കൊടുക്കുന്ന ഹബീബായ നബി തങ്ങൾ, എല്ലാം ഒരു അവ്യക്തതയും ബാക്കിയില്ലാതെ അഹ്സന ബയാനി ഹാദൽ ഹഖ്, ഖുർആനിനെ ഏറ്റവും ഭംഗിയായി വിശദീകരിക്കുന്നത് റസൂലാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് ഖുർആൻ മതി എന്ന് ഹദീസ് എന്താണെന്ന് മനസ്സിലാക്കാത്ത ഒരു പിഴച്ച വിഭാഗം അവർ അഹ്ലുൽ ഖുർആൻ എന്ന് വിളിക്കും. അവർ പറയാം ഖുർആൻ മതി, റസൂലൊന്നും വേണ്ട എന്ന് പറയും. ഖുർആൻ മതി എന്ന് പറഞ്ഞാൽ അതിൽ ആയത്താണ് ലിതുബയ്യന ലിന്നാസി മാ നുസ്സില ഇലൈഹിം, ഹബീബായ നബിയെ അങ്ങ് വിശദീകരിച്ചു കൊടുക്കണം ജനങ്ങൾക്ക്, അങ്ങേക്ക് ഇറക്കി തന്ന ഈ ഗ്രന്ഥം. അപ്പോൾ ആ ഖുർആൻ അംഗീകരിച്ച അതിൽ തന്നെ പറയണില്ലേ നബി തങ്ങൾ പറഞ്ഞ കേൾക്കണമെന്ന്. ഖുർആൻ അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ ഖുർആൻ അംഗീകരിക്കുന്നതിൻ്റെ ഭാഗമാണ് ഹബീബിനെ അംഗീകരിക്കുക. ഹദീസുകളില്ലാതെ ഖുർആനെ വ്യാഖ്യാനിക്കാൻ കഴിയില്ല. അതിൽ ഏറ്റവും വലിയ അത്ഭുതം ലോകാവസാനത്തെക്കുറിച്ചും സയൻസുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സ്പേസിനെ കുറിച്ചും ശാസ്ത്രസംബന്ധിയായ ആയത്തുകളൊന്നും നബി തങ്ങൾ വിശദീകരിച്ചിട്ടില്ല എന്നാണ്. അത് വല്ലാത്തൊരു അത്ഭുതമാണ്. ഇപ്പം നമ്മൾ ചില വിഷയങ്ങളൊക്കെ നമ്മൾ 2 ആഴ്ച മുമ്പത്തെ ക്ലാസ്സിൽ പറഞ്ഞു, ഇത്തരം ആയത്തുകളെ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും വിശദീകരിച്ചിട്ടില്ല എന്നാണ്. അതെന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അത് അതത് കാലഘട്ടങ്ങളിലെ കണ്ടുപിടുത്തങ്ങളുമായി ബന്ധപ്പെട്ട് വ്യാഖ്യാനിക്കേണ്ട കാര്യങ്ങളാണ്. ഒന്നും അറിയാത്ത കാട്ടറബികളായിരുന്ന 6-ാം നൂറ്റാണ്ടുകാരായ അറാബികൾക്ക് ഈ സയൻസും ബ്ലാക്ക് ഹോളിനെ കുറിച്ചും ഗാലക്സിയെക്കുറിച്ചൊക്കെ പറഞ്ഞു കൊടുത്താൽ അവരാകെ ഇസ്ലാമിൽ നിന്ന് ഇറങ്ങിപ്പോകും. എന്താ ഈ പറയണത്? അവർക്കാകെ ഒരു ഒട്ടകത്തിൻ്റെ കയറും ഒട്ടകത്തിൻ്റെ പുല്ലും ഇറച്ചിയും മാംസവും പാലും അവർക്ക് അറിയുള്ളൂ. അവരുടെ മുമ്പിൽ വെച്ചിട്ട് ലോകത്തിൻ്റെ അതിസങ്കീർണമായ ശാസ്ത്രീയമായ നിഗൂഢതകൾ ഇത് വ്യാഖ്യാനിക്കുക എന്ന് പറഞ്ഞാൽ അവരോട് ചെയ്യുന്ന ഹിക്മത്തില്ലാത്ത പ്രയോഗമാണത്. അതൊരിക്കലും ഖുർആൻ ചെയ്യൂല. അതുകൊണ്ട് തങ്ങളത് ടച്ച് ചെയ്തില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കണം, വല്ലാത്തൊരു അത്ഭുതമാണ്. സയൻസുമായി ബന്ധപ്പെട്ട ആയത്ത് മുഴുവനും ഹദീസിൽ അതിൻ്റെ വ്യാഖ്യാനം കാണൂല. തങ്ങളത് വിശദീകരിച്ചിട്ടില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അതത് കാലഘട്ടങ്ങളിലെ ഉലമാ അതത് കാലഘട്ടത്തിൽ ആളുകൾക്കത് പഠിച്ച് വിശദീകരിച്ചു കൊടുക്കണം. അത് ഖുർആന്റെ വല്ലാത്തൊരു അത്ഭുതമാണ്. ഹബീബായ തങ്ങൾ വ്യാഖ്യാനിച്ചത് മുഴുവനും അല്ലാത്ത മറ്റു വിഷയങ്ങളാണ്. ഇഅ്ജാസുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും തങ്ങൾ മൗനം പാലിച്ചു എന്നാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് അന്ന് പറഞ്ഞ പ്രശ്നമാണ്, അത് ടച്ച് ചെയ്താൽ പ്രശ്നമാണ്, അവരുടെ ഈമാൻ അതിനെ ബാധിക്കും. അതുകൊണ്ട് തങ്ങൾ ഒന്നും ചെയ്തില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹത്താ ജാഅഹുമുൽ ഹഖ് വറസൂലും മുബീൻ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുർആൻ വിശദീകരിക്കാൻ വന്നവരാണ്. അതുകൊണ്ട് ഹദീസിന്റെ പഠനം ഖുർആനിന്റെ പഠനത്തോട് ചേർത്ത് വെക്കണം. ഖുർആൻ പഠിക്കുന്നത് ഹദീസിലൂടെയാണ്, അഥറിലൂടെയാണ്, ഉലമാഇന്റെ ഇസ്തിംബാത്തുകളിലൂടെയാണ്. ഇതില്ലാതെ ഖുർആൻ മനസ്സിലാക്കാൻ കഴിയില്ല. ആ ഖുർആനെ വ്യാഖ്യാനിക്കാൻ എല്ലാ തരത്തിലുമുള്ള ബയാൻ ചെയ്തു തരാൻ അള്ളാഹു നിയോഗിച്ച റസൂലാണ് പുണ്യർ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ബയാൻ മനുഷ്യർക്ക് മാത്രമല്ല ജിന്നുകൾക്ക് പോലും ഹബീബ് കൊടുത്തു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവരുടെ ഭാഷ, അവർക്കത് എങ്ങനെ ആ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയായിരുന്നു നമുക്കറിയില്ല. പക്ഷേ തങ്ങൾ പറഞ്ഞു കൊടുത്തത് അവർക്ക് ബോധ്യപ്പെട്ടു എന്ന് അല്ലാഹു സൂറത്തുൽ ജിന്നിൽ പറയുന്നുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഊഹിയ ഇലയ്യ അന്നഹു ഇസ്തമഅ നഫറും മിനൽ ജിന്നി ഫഖാലൂ ഇന്നാ സമിഅനാ ഖുർആനൻ അജബാ. ഖുൽ പറയുക നബിയേ, ഊഹിയ ഇലയ്യ അന്നഹു ഇസ്തമഅ നഫറും മിനൽ ജിൻ, ജിന്നുകളിൽപ്പെട്ട ഒരു വിഭാഗം ആളുകൾ ഇസ്തമഅ, വിശുദ്ധമായ ഖുർആൻ വളരെ ഗൗരവത്തോടെ ശാന്തമായി ബഹുമാനത്തോടെ ആദരവോടെ ഖുർആൻ അവർ ശ്രദ്ധിച്ചു കേട്ടു.
പരിശുദ്ധമായ കഅബാലയത്തിൽ നിന്ന്, നമ്മൾ മസ്ജിദുൽ ഹറാമിൽ നിന്ന് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ വഫാത്തായി കിടക്കുന്ന അന്ത്യവിശ്രമം കൊള്ളുന്ന ജന്നത്തുൽ മുഅല്ലയുണ്ട്. മക്കയിലെ ഖബർസ്ഥാനിലേക്ക് പോകുമ്പോഴേ അവിടെ ഒരു മസ്ജിദുൽ ജിന്നുണ്ട്. കണ്ടിട്ടുണ്ടോ എന്നറിയില്ല. മസ്ജിദുൽ ജിൻ. ആ മസ്ജിദുൽ ജിന്ന് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇടത് ഭാഗത്ത് അങ്ങോട്ട് പോവുകയാണെങ്കിൽ ഇടത് ഭാഗത്താണ് ജന്നത്തുൽ മുഅല്ല. അതിൻ്റെ ഇടയിലൂടെ റോഡും ബിൽഡിങ്ങൊക്കെ കാണും. അവിടെ മസ്ജിദുൽ ജിന്ന്. അവിടെയാണ് ഹബീബായ തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ത്വായിഫിൽ നിന്ന് തിരിച്ചു വരുന്ന നേരത്ത് അവിടെ നിസ്കരിക്കുമ്പോഴാണ് ഒരു കൂട്ടം ജിന്നുകൾ ഹബീബിൻ്റെ നിസ്കാരം കേട്ടപ്പോൾ അവിടെ വന്നിരുന്നത്. ആ ഖുർആനിൻ്റെ പാരായണം അവർ കേട്ടു. അവർ പറഞ്ഞു, ഇത് മനുഷ്യൻ്റെ വാക്കല്ല, ഇത് മനുഷ്യർക്ക് പറയാൻ കഴിയില്ല, ഈ വാക്കുകൾ ഇത് അഭൗതികമാണ്. അങ്ങനെ ഹബീബിനോട് അവർ സംസാരിച്ചു. തങ്ങൾ അവരുമായി സംവദിച്ചു. അവർക്ക് ഇസ്ലാം പറഞ്ഞു കൊടുത്തു. അവർ മുഴുവനും കലിമ ചൊല്ലി മുസ്ലിമായി. അള്ളാഹു പറഞ്ഞു കൊടുക്കുകയായിരുന്നു, നബിയെ, ത്വായിഫിലെ ആളുകൾ അങ്ങയെ കല്ലെറിഞ്ഞിട്ടാണ് ഓടിച്ചത് അല്ലേ? അവരങ്ങയെ വേദനിപ്പിച്ചിട്ടുണ്ട്. അങ്ങ് പറഞ്ഞത് കേൾക്കാൻ പോലും അവർ തയ്യാറായിട്ടില്ല. പക്ഷേ മനുഷ്യരുടെ ഒരു സംഘം ആളുകൾ അങ്ങയെ അവഗണിച്ചാലും അങ്ങ് നിരാശപ്പെടരുത്. ആലമുൽ ജിൻ, ജിന്നുകളുടെ ലോകം അങ്ങയെ കേൾക്കാൻ കാത്തിരിക്കുകയാണ്. അങ്ങനെ അവരുടെ ഈ ജിന്നുകൾ മുഴുവനും അവരുടെ ഗോത്രങ്ങളിലേക്ക് പോയത് മുൻദിരീൻ, അവരെ താക്കീത് ചെയ്യാൻ വേണ്ടി പോയി എന്നാണ്. അവർ പഠിച്ചു മനസ്സിലാക്കിയെന്ന് മാത്രമല്ല, അവർ പഠിപ്പിക്കാൻ പറ്റുന്ന അവസ്ഥയിൽ മുഅല്ലിമീങ്ങളായിട്ടാണ്, അധ്യാപകരായിട്ടാണ് അവർ തിരിച്ചു പോയത് എന്നാണ്. അതിനെ സംബന്ധിച്ചാണ് ഖുർആൻ സൂറത്തുൽ ജിന്നിൽ പറയുന്നത്. ഖുൽ ഊഹിയ ഇലയ്യ അന്നഹു ഇസ്തമഅ നഫറും മിനൽ ജിന്നി ഫഖാലൂ ഇന്നാ സമിഅനാ ഖുർആനൻ അജബാ. അത്ഭുതമായ ഖുർആൻ ഞങ്ങൾ കേട്ടിരിക്കുന്നുവെന്ന് ജിന്നുകൾ പറഞ്ഞത് നബിയെ ജനങ്ങളോട് പറഞ്ഞു കൊടുത്തോളൂ എന്ന് അല്ലാഹു ഹബീബിനെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. അതാണ് ഖുൽ, പറയുക നബിയേ, ഊഹിയ ഇലയ്യ അന്നഹു ഇസ്തമഅ നഫറും മിനൽ ജിന്നി ഫഖാലൂ. ജിന്നുകൾ ശ്രദ്ധിച്ചു കേട്ടു. ഖുർആൻ ശ്രദ്ധിച്ചു കേൾക്കണം, ശ്രദ്ധിച്ചു പഠിക്കണം. അത് വെറുതെ ഒരു മനുഷ്യൻ്റെ വാക്കല്ല. ഒരു നോവൽ ഫിക്ഷൻ വായിക്കുന്ന പോലെ ഖുർആൻ വായിച്ചാൽ ഒന്നും മനസ്സിലാവില്ല. അതിന് നിങ്ങൾ യു ഹാവ് ടു എക്സെർട്ട് യുവർ സെൽഫ്. അതിന് നിങ്ങൾ നിങ്ങളുടേതായ സമയം കൊടുക്കണം. ഖുർആനിൻ്റെ കൂടെ നിങ്ങൾ ഒന്ന് ചിന്തിച്ചിരിക്കണം. ഖുർആൻ ഗിവ് ഇറ്റ്സ് ദ ഡ്യൂ റെസ്പെക്ട്സ്. ഖുർആൻ ആ ബഹുമാനം കൊടുത്തുകൊണ്ട് നിങ്ങൾ വായിക്കണം. അപ്പോഴേ അതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന നൂറ് കിട്ടുള്ളൂ. നല്ല വായിക്കാൻ എല്ലാവർക്കും വായിക്കാൻ പറ്റും. പക്ഷെ ഖുർആനിന് നൂറ് കിട്ടണമോ ഇസ്തിമാ വേണം, ശ്രദ്ധിച്ചു കേൾക്കണം, ശ്രദ്ധിച്ചു പഠിക്കും വേണം. അത് ഖുർആനോട് ചെയ്യേണ്ട അദബാണ്. അപ്പോഴേ ഖുർആന് കിട്ടുന്ന നൂറ് കിട്ടുള്ളൂ. അല്ലാതെ ഖുർആൻ്റെ പരിഭാഷ വായിച്ച എത്ര ആൾക്കാരുണ്ട്? അവരെന്താ നോക്കട്ടെ, ആ ഉദ്ദേശത്തിൽ അതിനെ അപ്രോച്ച് ചെയ്യുക അല്ല. ഇത് കോടിക്കണക്കിന് ആളുകൾ നെഞ്ചിനോട് ചേർത്ത് വെച്ചൊരു ഗ്രന്ഥമാണ്. ഈ കോടിക്കണക്കിന് മനുഷ്യന്മാർക്കൊക്കെ മിസ്റ്റേക്ക് പറ്റിയെന്ന് പറയാൻ പറ്റുമോ? ചിന്തയും ബുദ്ധിയും സയൻസും വിദ്യാഭ്യാസവും PhDയും എല്ലാവിധ വൈജ്ഞാനിക മേഖലകളും കയ്യെത്തിപ്പിടിച്ച വലിയ വലിയ പണ്ഡിതന്മാർ വരെ വിശുദ്ധ ഖുർആനിനോട് കാണിക്കുന്ന ബഹുമാനവും ആദരവും ഖുർആൻ്റെ ഒതൻറ്റിസിറ്റിയെക്കുറിച്ച് അവർ പറയുന്നതും കേൾക്കുമ്പോഴേ ഇതൊക്കെ വെറുതെ ആവും. ഇത്ര ആളുകൾക്കൊന്നും ബുദ്ധിയില്ല എന്നാണോ മനുഷ്യന്മാർ പറയുക? വിശുദ്ധ ഖുർആൻ അംഗീകരിക്കുന്ന കോടിക്കണക്കിന് പണ്ഡിതന്മാരുണ്ട്. അതാ പറയാ, സാധാരണക്കാരെ സംബന്ധിച്ചല്ല നമ്മൾ പറയുന്നത്. സാധാരണക്കാർ പണ്ഡിതന്മാരെ പിൻവച്ചു. അങ്ങനെ പറ്റുള്ളൂ. പണ്ഡിതന്മാരെ പഠിക്കുന്ന മുഴുവൻ സാധാരണക്കാർക്ക് പഠിക്കാൻ പറ്റുമോ? ഇല്ല. ഡോക്ടർമാർ പഠിക്കുന്ന മെഡിസിൻ സാധാരണക്കാരെ പഠിക്കാൻ പറ്റുമോ? ഡോക്ടർ പറഞ്ഞ് കേൾക്കുകയല്ലേ ചെയ്യുക, അല്ലേ? അങ്ങനെയല്ലേ ഉസ്മാനെ ചെയ്യുക? ഡോക്ടർമാരെ നമ്മൾ വിശ്വസിക്കുക. എഞ്ചിനീയർ പറയുന്നത് നമ്മൾ അംഗീകരിക്കുകയാണ്. എഞ്ചിനീയർ പറയും ഇത്ര MM കമ്പി വേണം, ഇത്ര ഡെപ്ത് വേണം, ഇത്ര വിഡ്ത്ത് വേണം, ഇങ്ങനെയൊക്കെ ചെയ്യണം. ഓക്കെ, അത് പഠിച്ച ആൾ അയാളാണ്. നമ്മളത് പഠിച്ചിട്ടില്ലല്ലോ. അപ്പം നമ്മൾ അദ്ദേഹം പറയുന്നു, അംഗീകരിക്കുന്നു. വിശുദ്ധ ഖുർആനിൻ്റെ പഠനം നടത്തിയ ആളുകൾ, അറബി പോലും അറിയാത്ത ആൾക്കാരെ നമ്മുടെ നാട്ടിലെ യുക്തിവാദികൾ. എന്നിട്ട് ഖുർആനെ സംബന്ധിച്ച് ഇങ്ങനെ യൂട്യൂബിൽ എന്താ സംഭവം എന്നറിയോ? ഇതിന് നല്ല ആൾക്കാരെ കിട്ടും കേൾക്കാനേ, കുറ്റം പറയല്ലേ. അപ്പോൾ ആകെ ഇതിന് കേൾക്കാൻ ആൾക്കത് സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ഇല്ലെങ്കിലും കുറച്ച് വ്യൂസ് കൂടും. എന്താ പറഞ്ഞ് നോക്കട്ടെ, നമ്മൾ തന്നെ അങ്ങോട്ടോട് ഫോർവേഡ് ചെയ്യും. അപ്പോൾ ഇവർക്ക് ഭയങ്കര സംഭവം. ഇതുമ്പോൾ ജീവിക്കുന്ന കുറേ മനുഷ്യന്മാരുണ്ട്. അപ്പം നമ്മൾ അവർക്ക് പണിയുണ്ടാക്കി കൊടുക്കപ്പോൾ ചെയ്യണത്. എത്ര കാലം പറയാൻ തുടങ്ങി, വല്ല കാര്യമുണ്ടോ? പഠിച്ച മുഴുവൻ ആളുകളും അവരുടെ മാളം അവരുടെ പത്തി മടക്കിയിട്ട് അള്ളാഹുവിൻ്റെ കലാമിൻ്റെ മുമ്പിൽ വിനയാന്യുത